പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ വലിയ സംഘർഷം രൂപപ്പെട്ടിരിക്കുന്നു. നിരവധി പാക് ചെക്ക് പോസ്റ്റുകൾ പിടിച്ചെടുത്തു എന്ന അവകാശവാദം അഫ്ഗാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം, അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ സർക്കാരാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംഘർഷമുണ്ട് അവിടെ. കഴിഞ്ഞ ആഴ്ചകളിൽ പാകിസ്ഥാൻ അഫ്ഗാന്റെ പല മേഖലകളും ആക്രമിച്ചിരുന്നു. സാധാരണക്കാരടക്കം നിരവധി ആളുകൾ കൊല്ലപ്പെട്ടുവെന്ന ആരോപണം അഫ്ഗാന്റെ ഭാഗത്തുനിന്നുണ്ടായ പശ്ചാത്തലമുണ്ടായിരുന്നു. ഇതിന് തിരിച്ചടി എന്നോണമാണ് ഇന്നലെ വലിയ ആക്രമണം പാകിസ്ഥാന്റെ പ്രധാന മേഖലകളിൽ അഫ്ഗാൻ താലിബാൻ സർക്കാർ നടത്തിയത് എന്നാണ് ഇപ്പോൾ വിവരം പുറത്തുവരുന്നത്. സൈന്യത്തിന്റെ 15 സുരക്ഷാ പോസ്റ്റുകൾ തങ്ങളുടെ സൈന്യം പിടിച്ചെടുത്തതായും നിരവധി സൈനികരെ വധിച്ചതായും താലിബാൻ വക്താവ് അറിയിച്ച പശ്ചാത്തലമുണ്ട്. ചില പാകിസ്ഥാൻ സൈനികരെ ജീവനോടെ പിടികൂടിയിട്ടുണ്ട്. ഏതായാലും സംഘർഷം രൂക്ഷമാണ്. ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം സൗദി അറേബ്യയുടെ സഹായം പാകിസ്ഥാൻ തേടി എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഇടപെടണം എന്നാണ് സൗദിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒന്നുകിൽ സമാധാന ശ്രമങ്ങളുമായി മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ യുദ്ധത്തിൽ തങ്ങളെ സഹായിക്കണം എന്ന് സൗദിയോട് ആവശ്യപ്പെട്ടു എന്നാണ് ഇപ്പോൾ സൗദി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. എന്നാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരമായ നിരവധി സംഘർഷങ്ങളുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ അയൽ രാജ്യത്ത് നിന്നുള്ള ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളത് ഗൗരവതരമായ സാഹചര്യം തന്നെയാണ്. പ്രധാനമായും നങ്കർഹാർ, കുനാർ പ്രവിശ്യകളിലെ പാക് സൈനിക കേന്ദ്രങ്ങളാണ് താലിബാൻ ലക്ഷ്യമിടുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അനുശ്രീ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അനുശ്രീ, പാകിസ്ഥാന് വലിയ തിരിച്ചടി എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. പക്ഷേ അവരത് അംഗീകരിക്കുന്നില്ല. എങ്കിൽ പോലും കാര്യങ്ങൾ അത്ര പന്തിയല്ല ആ രാജ്യത്തിന് എന്നല്ലേ വ്യക്തമാകുന്നത്? തീർച്ചയായും രഞ്ജിത്ത്, ഇപ്പോൾ പാക് അഫ്ഗാൻ അതിർത്തിയിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്ത് നിന്നും പാകിസ്ഥാന് ഏറ്റിരിക്കുന്നത്. കാരണം ഏകദേശം 15ഓളം സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. നിരവധി പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഏകദേശം ചില സൈനികരെ ജീവനോടെ തന്നെ പിടികൂടാൻ അഫ്ഗാനിസ്ഥാന് സാധിച്ചു. അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെയാണ് അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വരുന്നത്. എന്നാൽ പാകിസ്ഥാൻ ഇതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല ഇതുവരെ. ഇത്തരത്തിൽ എത്ര പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി, ഇത്തരത്തിൽ സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായോ എന്നുള്ളതൊന്നും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അതുപോലെ തന്നെ പ്രധാനമായും 2 പ്രവിശ്യകളിലേക്കാണ് അഫ്ഗാനിസ്ഥാൻ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. നങ്കർഹാർ, കുനാർ പ്രവിശ്യകളിലേക്കാണത്. അതിൽ കുനാർ പ്രവിശ്യയിലെ തന്നെ മാനാവാര, നരി ജില്ലകളിലായി ഏകദേശം 5 സൈനിക പോസ്റ്റുകളാണ് അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തിരിക്കുന്നത്. അവിടെ തന്നെ നിരവധി പേർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 40ഓളം സൈനികർ അവിടെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നങ്കർഹാർ പ്രവിശ്യയിലേക്ക് വരികയാണെങ്കിൽ അവിടെ ദുർബാബെ, ഗോഷ്തെ ജില്ലകളിൽ ഏകദേശം 7 സൈനിക പോസ്റ്റുകൾ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തിട്ടുണ്ട്. അവിടെ 17 പാക് സൈനികരുടെ മൃതദേഹവും കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോഴും ഇത്തരം വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോഴും ഇതൊന്നും പാകിസ്ഥാൻ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ശത്രുവിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ പ്രധാനമായിട്ടും അത്യാധുനിക ലേസർ സംവിധാനം വരെ, രാത്രികാലങ്ങളിൽ ശത്രുവിന്റെ ആക്രമണം ഉണ്ടാകുമോ എന്ന് മനസ്സിലാക്കാൻ ഈ ലേസർ സംവിധാനം വരെ ഒരുക്കിക്കൊണ്ടാണ് അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഇത്തരം ഒരു പ്രത്യാക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ ഫെബ്രുവരി 22-ാം തീയതി പാകിസ്ഥാന്റെ ഒരു വ്യോമാക്രമണം അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ പ്രത്യാക്രമണം എന്നോണമാണ് ഇപ്പോൾ ഈ ആക്രമണമൊക്കെ ഉണ്ടാകുന്നത്. ഒരു യുദ്ധ സമാന സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ഈ 2 രാജ്യങ്ങളുടെയും അതിർത്തികൾ നിൽക്കുന്നത് ഈ പ്രത്യാക്രമണത്തിന്റെ ഭാഗമായാണ്. അന്ന് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഇത്തരം ഒരു ആക്രമണം ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ നിന്നും ആണ് പാകിസ്ഥാനിൽ ഈ ഇടയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളൊക്കെ നടക്കുന്നത് എന്നായിരുന്നു. ആ ഭീകരർക്കെതിരെയായിരുന്നു തങ്ങൾ ആക്രമണം അഴിച്ചുവിട്ടത് അഫ്ഗാനിസ്ഥാനിലേക്ക്. അവരെ ഇല്ലാതാക്കുക എന്നതായിരുന്നു തങ്ങളുടെ ശ്രമം എന്നായിരുന്നു ഫെബ്രുവരി 22-ാം തീയതി ഉണ്ടായ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ വിശദീകരണം. എന്നാൽ അതങ്ങനെ ആയിരുന്നില്ല. ഈ ആക്രമണത്തിൽ നിരവധി സ്ത്രീകളും കുട്ടികളും അടക്കം സാധാരണക്കാരായ ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് അഫ്ഗാനിസ്ഥാൻ നൽകുന്ന വിശദീകരണം. ഇതിലും പാകിസ്ഥാൻ ഇതുവരെ ഒരു കൃത്യമായ വിശദീകരണം നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഇരുവരും 2 തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഇതിൽ, 2 തരത്തിലുള്ള വിശദീകരണങ്ങളാണ് ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ പറയുന്നത് ഭീകരവാദികളെ വധിക്കാനായിരുന്നു തങ്ങളുടെ ശ്രമമെന്നും അഫ്ഗാനിസ്ഥാൻ പറയുന്നത് അങ്ങനെയല്ല, നിരവധി സാധാരണക്കാരായ ജനങ്ങളാണ് ഇതിൽ കൊല്ലപ്പെട്ടത് എന്നൊക്കെയായിരുന്നു. ഇപ്പോൾ ഇതിന്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും 2 അതിർത്തികളിലും യുദ്ധസമാനമായ സാഹചര്യമാണ് രഞ്ജിത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത്. യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്നു. പാകിസ്ഥാൻ ഈ വിഷയം പക്ഷേ ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. തങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായി എന്ന കാര്യത്തിൽ ഫെബ്രുവരി 22-ന് അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ പാകിസ്ഥാൻ സൈനിക ആക്രമണം നടത്തിയിരുന്നു. ആക്രമണത്തിൽ 70ഓളം ഭീകരരെ വധിച്ചുവെന്നാണ് പാക് സൈന്യം അന്ന് അവകാശപ്പെട്ടത്. എന്നാൽ കൊല്ലപ്പെട്ടതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളും സാധാരണക്കാരുമാണ് എന്നുള്ള നിലപാടിലായിരുന്നു അഫ്ഗാനിസ്ഥാനിന്റെ താലിബാൻ ഭരണകൂടം എന്നുള്ള